UAE പിന്നാലെ ഖത്തറും ഈദ് നമസ്കാരം പള്ളികളിൽ മാത്രം മതി എന്ന തീരുമാനമെടുത്തായി വിവരം വരുന്നു. ഈ കോവിഡ് സമയത്ത് പോലും ഏതാണ്ടൊക്കെ പലതരത്തിലും ഈദ്ഗാഹുകൾ നടത്താൻ ഈ പറയുന്ന രാഷ്ട്രങ്ങളൊക്കെയും ശ്രമിച്ചതാണ്. അത് UAE ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, ആ സമയത്ത് ഉൾപ്പെടെ ഇത്തരത്തിൽ ഈദ്ഗാഹുകൾ നടത്താൻ, ഈദ് നമസ്കാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത അല്ലെങ്കിൽ അതിന്റെ ഒരു രൂപം അത് ഈദ്ഗാഹുകളിൽ പ്രധാനമായിട്ടും നമസ്കാരം നടത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ നിന്നടക്കമുള്ള പല മതസംഘടനകളും ഇത്തരത്തിൽ UAE അടക്കം ഈദ്ഗാഹുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. ഇന്ന സ്ഥലങ്ങളിൽ ഈദ്ഗാഹുകൾ ഉണ്ടാകുമെന്ന് അറിയിച്ചു കഴിഞ്ഞതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു തീരുമാനം പുറത്തു വരുന്നത്. അത് ഇന്നലെ രാത്രിയോടുകൂടി UAE ഇനി ഈദ്ഗാഹുകൾ ചെറിയ പെരുന്നാളിൽ ഉണ്ടാകില്ല, നമസ്കാരങ്ങളെല്ലാം പള്ളികളിലേക്ക് മാറ്റണം. അതും പള്ളികളിൽ മാത്രമല്ല, പള്ളികളിൽ തന്നെ പുറത്തു നമസ്കരിക്കാനുള്ള, അതായത് ഈ ടെന്റ് ഒക്കെ കെട്ടി നമസ്കരിക്കുന്ന രീതി അത് പറ്റില്ല. പള്ളികൾക്കുള്ളിൽ തന്നെ നമസ്കരിക്കണം, തുറസായ സ്ഥലത്ത് നമസ്കരിക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം UAE അറിയിച്ചു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഖത്തറിന്റെയും മതകാര്യ മന്ത്രാലയം അറിയിക്കുകയാണ്, ഈദ് നമസ്കാരം പുറത്തു പാടില്ല, ഈദ്ഗാഹുകളിൽ പാടില്ല. ഒപ്പം തന്നെ നമസ്കാരം രാവിലെ കൃത്യം 5:15 നടത്തണം. അതായത് രാവിലത്തെ സുബഹി നമസ്കാരത്തിന് ശേഷം തന്നെ പെട്ടെന്ന് ഈദ് നമസ്കാരം നടത്തി എല്ലാവരും പിരിയണം എന്നുള്ള തരത്തിലേക്കുള്ള അറിയിപ്പ് വരികയാണ്. അത് പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായി തന്നെ കണക്കാക്കേണ്ടി വരും. അതിനപ്പുറത്തേക്ക് UAE കേന്ദ്രീകരിച്ച് കാര്യമായിട്ടുള്ള ആക്രമണം തന്നെയാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായത്. ഇന്ന് UAE സമയം ഏതാണ്ട് 3 മണിയോടുകൂടി UAEയുടെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലും, അത് ദുബായ് ആയിക്കോട്ടെ, ഒപ്പം തന്നെ അബുദാബി ആയിക്കോട്ടെ, ഷാർജ ബോർഡർ ആയിക്കോട്ടെ, ഇവിടെ ഒക്കെ തന്നെയും അലേർട്ട് സന്ദേശങ്ങൾ എത്തി. അതിന് പിന്നാലെ ഒരു വലിയ തോതിൽ ഒരു 10 മിനിറ്റ് നീണ്ട ആക്രമണം, നമുക്കൊക്കെയും ഈ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്ന തരത്തിൽ ആക്രമണം ഉണ്ടായി. അതിനൊക്കെയും ചെറുത്തു തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് UAE പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. കാരണം രാവിലെ അങ്ങനെ തീപിടുത്തത്തിന്റെ വിവരങ്ങളോ മറ്റോ ഒന്നും കഴിഞ്ഞ 2 ദിവസം ഉണ്ടായതുപോലെയുള്ള അപകട വിവരങ്ങളില്ല. പക്ഷേ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടായി. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ UAEക്കായി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് UAE തങ്ങളുടെ നയം വ്യക്തമാക്കി ആദ്യമായി അമേരിക്കയ്ക്ക് പിന്തുണ കൊടുക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ആക്രമണം കൂടിയാണ്.